നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത പോലെ സെക്ടേഴ്സ് ഓഫ് എക്കണോമി റിലേറ്റഡ് ആയിട്ട് വരുന്ന പോലെ തന്നെയുള്ള ഒരു NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു ഫിസിക്കൽ ക്യാപിറ്റൽ ഇൻ ഇന്ത്യൻ എക്കണോമി കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്. ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഏത് കാറ്റഗറി ഓഫ് ക്യാപിറ്റലിൽ ഏത് കാറ്റഗറിയിൽ വരുന്നു, അല്ലെങ്കിൽ ഏത് തരം ക്യാപിറ്റലാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫാർമേഴ്സ് പ്ലവ് ഉണ്ട്, കമ്പ്യൂട്ടർ, യാൺ യൂസ്ഡ് ബൈ ദ വീവർ, പെട്രോൾ. അപ്പം ഇതിൽ നമ്മൾ എന്താണ് മേജർലി നമുക്ക് നോക്കുമ്പോൾ ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റൽ എന്ന രണ്ട് ക്രൈറ്റീരിയ മാത്രമേ, അല്ലെങ്കിൽ രണ്ട് കാറ്റഗറി ഓഫ് ക്യാപിറ്റൽസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പം ഫിക്സഡ് ക്യാപിറ്റൽ എന്താണെന്ന് അറിയണം, വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് ആയോ അല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്ത് പോകുന്നതോ ആയിട്ടുള്ള അല്ലാത്തതായിട്ടുള്ള ക്യാപിറ്റലിനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് അത് വെച്ചിട്ട് നമുക്ക് ബാക്കി എക്കണോമിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് കൺസ്യൂം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതേസമയം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് കൺസംഷൻ ഉണ്ടാവും, അത് ഡിക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ ഒരു കൺസംഷൻ നടക്കുന്നുണ്ട്. അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഫാർമേഴ്സ് പ്ലവ് എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് ക്യാപിറ്റലാണോ? കാരണം ഫാർമേഴ്സ് പ്ലവ് എന്ന് പറയുന്നത് അവിടെ ഒരു കൺസ്യൂം ചെയ്ത് പോകുന്നില്ല. അതൊരു ഫിക്സഡ് ക്യാപിറ്റലായിട്ട് അത് അവിടെ എക്സിസ്റ്റിംഗ് ആണ്. അത് കണ്ടിന്യൂസ്ലി ഡിപ്രിഷിയേഷൻ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും അത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പെയർ റോങ് ആണ്. പിന്നെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ക്യാപിറ്റലാണ്. അത് കൺസ്യൂം ചെയ്ത് പോകുന്നില്ല. കാരണം നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഫർദർ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഒരു ഫിക്സഡ് ക്യാപിറ്റലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ യാൺ യൂസ്ഡ് ബൈ ദ വീവർ. ഇവിടെ നമുക്കറിയാം യാൺ ഇതവിടെ കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊരു ഫിക്സഡ് ക്യാപിറ്റലായിട്ടോ അല്ലെങ്കിൽ അതൊരു സ്റ്റേബിൾ ക്യാപിറ്റൽ എക്യുപ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടോ ഇരിക്കുന്നില്ല. അതവിടെ ഡിമിനിഷിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തേർഡ് റോങ് ആണ്. പിന്നെ പെട്രോളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഏത് ആക്ടിവിറ്റീസിലാണോ, ഇനി ഈവൻ ട്രാക്ടർ പോലെയുള്ള അല്ലെങ്കിൽ പെട്രോൾ യൂസ് ചെയ്ത് ജനറേറ്റർ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും പെട്രോൾ എന്ന് പറയുന്നത് കൺസ്യൂം ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പം 2 and 4 കമ്പ്യൂട്ടർ ഒരു ഫിക്സഡ് ക്യാപിറ്റലാണ്, പെട്രോൾ ഒരു വർക്കിംഗ് ക്യാപിറ്റലാണ്, യാൺ എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് ക്യാപിറ്റലാണ്, ഫാർമേഴ്സ് പ്ലവ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ക്യാപിറ്റലാണ്. ഇതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ only 2.